السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. عن أبي هريرة رضي الله عنه قال أن رسول الله صلى الله عليه وسلم قال ബഹുമാനപ്പെട്ട അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തു പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അറഅയ്തും ലൗ അന്ന നഹറൻ ബിബാബിൻ അഹദികും യഗ്തസിലു മിൻഹു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് ചോദിക്കാണ്, സഹാബ, നിങ്ങളിൽ നിന്നും ഒരാളുടെ വീടിന്റെ മുമ്പിലൂടെ ഒരു നദി ഇങ്ങനെ ഒഴുകി പോവുകയാണ്. അതിൽ എല്ലാ ദിവസവും 5 പ്രാവശ്യം കുളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ, ആ കുളിക്കുന്നവന്റെ ശരീരത്തിൽ വല്ല അഴുക്കും അവശേഷിക്കുമോ സഹാബ? നിങ്ങളിൽ നിന്നും ഒരാളുടെ വീടിന്റെ മുമ്പിലൂടെ ഒരു നദി ഇങ്ങനെ ഒഴുകി പോവുകയാണ്. ആ നദിയിലിറങ്ങി എല്ലാ ദിവസവും 5 പ്രാവശ്യം കുളിക്കുന്നവന്റെ ശരീരത്തിൽ വല്ല അഴുക്കും അവശേഷിക്കുമോ സഹാബ? ഇത് കേട്ട സഹാബത്ത് മറുപടി പറയാണ്, ഖാലൂ ലാ യബ്ഖി മിൻ ദർനിഹി ശൈഉൻ. ഇല്ല നബിയേ, 5 പ്രാവശ്യം എല്ലാ ദിവസവും ആ നദിയിൽ ഇറങ്ങി കുളിക്കുന്നവന്റെ ശരീരത്തിൽ ഒരു അഴുക്ക് പോലും അവശേഷിക്കുകയില്ല നബിയേ, അവശേഷിക്കുകയില്ല നബിയേ. ഈ ഉദാഹരണം നബി പറഞ്ഞത് ഇനി പറയാൻ പോകുന്ന കർമ്മത്തിന്റെ പുണ്യം മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ്, അതിന്റെ പ്രതിഫലം മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ്. ഏതാണ് കാര്യം? അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇസ്റാ മിഅ്റാജ് യാത്രയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്മാനമായിട്ട് കൊടുത്ത നമസ്കാരത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. നമസ്കാരം വളരെ ഗൗരവമുള്ള കാര്യമാണ്. ആ നമസ്കാരം ഉപേക്ഷിക്കുകയോ അതിൽ അലംഭാവം കാണിക്കുകയോ ചെയ്യുന്നവർക്കെതിരെ ഇസ്ലാം ശക്തമായി താക്കീത് നൽകുന്നു. അല്ലാഹുവിന്റെ കത്തിയാളുന്ന നരകത്തിൽ കിടക്കുന്ന നരകവാസികളോട് ശിക്ഷ അനുഭവിക്കുവാനുള്ള കാരണം അന്വേഷിക്കുന്ന രംഗം ഖുർആൻ ഇപ്രകാരം വിവരിക്കുന്നുണ്ട്. നിങ്ങളെ നരകത്തിൽ പ്രവേശിപ്പിച്ചത് എന്തിനാ? നിങ്ങളെ എന്തിനാണ് ജഹന്നമെന്ന ഈ കത്തിയാളപ്പെടുന്ന, മനുഷ്യനെ കൊണ്ടും കല്ലുകളെ കൊണ്ടും കത്തിക്കപ്പെടുന്ന ഈ നരകത്തിലേക്ക് നിങ്ങളെ പ്രവേശിപ്പിച്ചത് എന്തിനാണെന്ന് നരകവാസികളോട് ചോദിക്കുമ്പോ നരകവാസികൾ പറയുന്ന മറുപടി എന്താ? ഞങ്ങൾ നിസ്കരിക്കുന്നതിൽ പെട്ടവനല്ലായിരുന്നു, ഞങ്ങൾ അഗതികൾക്ക് ആഹാരം നൽകിയില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ ഈ നരകത്തിൽ വന്നത്. അല്ലാഹു തആല നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഞങ്ങൾ നിസ്കരിക്കുന്നവരല്ലായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. അല്ലാഹുവേ, അങ്ങനെ പറയുന്ന അവസ്ഥയെ തൊട്ട് നമ്മെ എല്ലാവരെയും അല്ലാഹു തആല കാക്കട്ടെ. ആമീൻ. അല്ലാഹുവേ, അല്ലാഹുവിന്റെ കത്തിയാളപ്പെടുന്ന ജഹന്നമെന്ന നരകം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പോലും കണ്ടിട്ട് കരഞ്ഞു പോയ നരകം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കണ്ടിട്ട് കരഞ്ഞു കൊച്ചുകുട്ടി കരയും പോലെ കരഞ്ഞു പോയ നരകം. ആ നരകത്തിലെ തീയുടെ ഒരു അംശം എങ്ങാനും ഈ ഭൂമിയുടെ പാറക്കെട്ടിലേക്ക് വീണ് കഴിഞ്ഞാൽ പാറക്കെട്ടുകൾ പൊട്ടി ധൂളികളായിട്ട് തെറിച്ചു പോകുമാറ് ശക്തിയുള്ള, അതിന്റെ അടുക്കലേക്ക് അടുക്കാൻ പോലും കഴിയാത്തത്ര ശക്തമായ ചൂടുള്ള നരകം. അല്ലാഹുവേ, ഞങ്ങളെ കാക്കണേ അല്ലാഹ്. നിന്റെ നരകത്തിലെ ചൂടും സഹിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല റബ്ബേ, ഞങ്ങൾക്ക് കഴിയില്ല അല്ലാഹ്. ദുനിയാവിലെ സൂര്യന്റെ ചൂട് പോലും താങ്ങാനുള്ള ശക്തി ഈ ശരീരങ്ങൾക്കില്ല റബ്ബേ. പിന്നെയല്ലേ നരകത്തിലെത്തി. അല്ലാഹുവേ, നീ കാക്കണേ അല്ലാഹ്, നീ കാക്കണേ അല്ലാഹ്.
എന്നിട്ട് നരകവാസികൾ പറയാ, ഞങ്ങൾ നിസ്കരിക്കുകയില്ലായിരുന്നു, അഗതികൾക്ക് ഭക്ഷണം നൽകുകയുമില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ നരകത്തിൽ വന്നതെന്ന്. നമസ്കാരം ഉപേക്ഷിച്ച ആളുകൾ നരകത്തിൽ വരുമ്പോൾ ഇപ്രകാരമാണ് പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ നമസ്കാരം ഉപേക്ഷിക്കരുതേ. നമസ്കാരം ഗൗരവമായിട്ട് കാണണേ. എത്ര വലിയ തിരക്കുണ്ടെങ്കിലും ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ നമ്മൾ പുറപ്പെടുമ്പോഴും അതിൽ വരുന്ന നമസ്കാരം അത് നീ കളയല്ല മോനെ, അത് നീ കളയല്ല ഉമ്മ, കളയല്ല ഉപ്പ, ഉപേക്ഷിക്കല്ല പെങ്ങളെ, ഉപേക്ഷിക്കല്ല മോളെ, ഉപേക്ഷിക്കല്ലേ. നമസ്കാരം നിലനിർത്തണേ. അതിലാണ് വിജയം. സത്യനിഷേധികളെയും നമ്മളെ സത്യവിശ്വാസികളെയും തമ്മിൽ വേർതിരിക്കുന്ന ഘടകമാണ് നമസ്കാരം എന്ന് പറയുന്നത്. സത്യനിഷേധികളായ ആളുകളെയും സത്യവിശ്വാസികളെയും തമ്മിൽ വേർതിരിക്കുന്ന ഘടകമെന്ന് പറയുന്നത് നമസ്കാരമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കാരത്തിൽ കാണിച്ച താല്പര്യം എന്തെന്നറിയോ? ഒരു രാത്രിയിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങോട്ട് നിന്ന് നമസ്കരിക്കാൻ തുടങ്ങി. അല്ലാഹ് ഇസാലത്തിന്റെ നബി ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കാൻ തുടങ്ങി. ഐഷ ബീബി റളിയല്ലാഹു അൻഹ പോലും ചോദിച്ചു പോയി, നബിയേ എന്തിനാണ് ഇങ്ങനെ നിസ്കരിക്കുന്നത് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലിലേക്ക് നീര് വരുമാറ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാതിരാത്രിയുടെ യാമങ്ങളിൽ നിന്ന് നമസ്കരിക്കാൻ തുടങ്ങി. ഐഷ ബീബി റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങയുടെ മുൻകഴിഞ്ഞ പാപവും വരാനിരിക്കുന്ന പാപവും അല്ലാഹു തആല പുറത്തു തന്നതല്ലേ, പിന്നെന്തിനാ നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങെന്തിനാണ് ഇങ്ങനെ നമസ്കരിക്കുന്നതെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി, ഐഷ റളിയല്ലാഹു അൻഹാ അബ്ദൻ ശകൂറാ, നന്ദിയുള്ള അടിമയാകണ്ടേ ഐഷ, അല്ലാഹു തആല എനിക്ക് തന്ന ഭാഗ്യം സൗഭാഗ്യം, അതിന് ഞാൻ നന്ദിയുള്ള അടിമയാകണ്ടേ ഐഷ എന്ന് പറഞ്ഞ് കാലിൽ നീര് വരുമാറ് പാതിരാത്രിയുടെ യാമങ്ങളിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചു. അല്ലാഹുവിന്റെ റസൂൽ അത്രയ്ക്കും താല്പര്യമാണ് നമസ്കാരത്തിന് കൊടുത്തത്. അവിടുന്ന് രോഗശയ്യയിൽ പോലും പറഞ്ഞത് എന്താണ്? അവസാന സമയത്ത് ഇസാലത്തിന്റെ ശരീരത്തിൽ നിന്നും റൂഹ് മടങ്ങുന്നതിന് തൊട്ടു മുമ്പ് അവിടുന്ന് പറഞ്ഞത് എന്താ? അസ്സലാ ഉമ്മത്തി, എന്റെ ഉമ്മത്തെ നിസ്കാരം നിലനിർത്തണേ, നിസ്കാരം മുറുകെ പിടിക്കണേ. അവിടുത്തെ വസിയ്യത്ത് എന്തായിരുന്നു? നമസ്കാരം മുറുകെ പിടിക്കണേ എന്നല്ലേ? അല്ലാഹുവേ ആ നമസ്കാരം, 5 വഖത്ത് നമസ്കാരം കൃത്യമായിട്ട് നിർവഹിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, സഹാബ കേട്ടോ, നിങ്ങൾ നമസ്കരിക്കുന്നവന്റെ അല്ലാഹു തആല കൊടുക്കുന്നത് ഫദാലിക ഇപ്രകാരം തന്നെയാണ്. മസലു സ്വലാത്തി ഖംസ ഖംസിന ലിയൗമ യമഹുല്ലാഹു ബിഹിന്ന ഖതായ. മസലു സ്വലാത്തി 5 വഖത്ത് നമസ്കാരം നിസ്കരിക്കുന്നവന് യൗമുല്ലാഹു ബിഹിന്നൽ ഖതായ,
ആ നദിയിൽ മുങ്ങിക്കുളിക്കുന്നവന്റെ ശരീരത്തിൽ നിന്ന് പ്രകാരമാണോ അഴുക്കുകൾ പോകുന്നത്, അതേപോലെ 5 വഖത്ത് നമസ്കാരം നിർവഹിക്കുന്നവന് യംഹുല്ലാഹു ബിഹിന്നൽ ഖതായാ, അവന്റെ പാപങ്ങളെ അല്ലാഹു തആല മായ്ച്ചു കളയുന്നതാണ്. ഫദാലിക, ഇപ്രകാരം തന്നെയാണ് മസലു സ്വലാത്തി 5 വഖത്ത് നമസ്കാരം കൃത്യമായിട്ട് നിർവഹിക്കുന്നവന് യംഹുല്ലാഹു ബിഹിന്നൽ ഖതായാ, അവൻ ജീവിതത്തിൽ ചെയ്തു പോയ ദോഷങ്ങൾ ചെറിയത് വലുത് അല്ലാഹുവേ, ജീവിതത്തിൽ ചെയ്തു പോയിട്ടുള്ള പാപങ്ങൾ 5 വഖത്ത് നമസ്കാരവും കൃത്യമായിട്ട് നിർവഹിക്കുമ്പോ നദിയിൽ കുളിച്ചിട്ട് കയറുന്നവന്റെ ശരീരത്തിൽ നിന്ന് എപ്രകാരമാണോ അഴുക്കുകൾ പോകുന്നത്, അതേപോലെ അവന്റെ പാപങ്ങളൊക്കെ അല്ലാഹു മായ്ച്ചു കളയുന്നതാണെന്ന് സാദിഖുൽ മസ്ദൂഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ തിരക്കുണ്ടെങ്കിലും നമസ്കരിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നിസ്കരിക്കണേ, അതിലൊരു അലംഭാവവും കാണിക്കല്ലേ. അങ്ങനെ കാണിച്ചാൽ ജഹന്നം എന്ന് പറയുന്ന നരകത്തില് ചെല്ലുമ്പോ അവിടുന്ന് ചോദിക്കുമ്പോ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ നരകത്തിൽ വന്നതെന്ന് ചോദിക്കുമ്പോ ഞങ്ങൾ നിസ്കരിക്കില്ലായിരുന്നു എന്ന് പറയുന്നൊരവസ്ഥ അല്ലാഹുവേ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. അങ്ങനെ പറയാൻ ഇടവരുത്തരുതേ. 5 വഖത്ത് നമസ്കാരം കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് വന്നു പോയ മുഴുവൻ പാപങ്ങളും അല്ലാഹു പുറത്തു തരട്ടെ. അവന്റെ കത്തിയാളപ്പെടുന്ന നരകത്തിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. 5 വഖത്ത് നമസ്കാരം കൃത്യമായിട്ട് നിർവഹിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അവസാനം അവന്റെ സ്വർഗത്തിൽ നമ്മെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.